ശിവഗിരിയിലെ പോലീസ് നടപടിയെ ന്യായീകരിച്ച മുൻ മുഖ്യമന്ത്രി എ.കെ. ആന്റണിയെ പ്രതിരോധത്തിലാക്കി കൂടുതൽ വെളിപ്പെടുത്തലുകൾ. പോലീസിന്റെ നരനായാട്ട് ആസൂത്രിത ഗൂഢാലോചനയുടെ ഭാഗമെന്ന് SNDP യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി കെ ബാഹുലേയൻ പറഞ്ഞു. SNDP യോഗം മുൻ ജനറൽ സെക്രട്ടറി കെ ഗോപിനാഥും സംഘവും ആന്റണിയുമായി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു നടപടിയെന്ന് ശിവഗിരി മഠം മുൻ ചീഫ് കോർഡിനേറ്റർ സുവർണകുമാർ ആരോപിച്ചു. 24-നോടാണ് ഇരുവരുടെയും പ്രതികരണം. ശിവഗിരിയിലെ പോലീസ് നടപടിയെ ന്യായീകരിച്ച മുൻ മുഖ്യമന്ത്രി എ.കെ. ആന്റണിയെ തള്ളുന്നു ശിവഗിരി ആക്ഷൻ കൗൺസിൽ നേതാവായിരുന്ന കെ.എ. ബാഹുലേയൻ. കോടതി വിധിയിൽ വ്യക്തത വരുത്തണമെന്ന് താൻ എ.കെ. ആന്റണിയെ നേരിൽ കണ്ട് ആവശ്യപ്പെട്ടിരുന്നു. ആവശ്യം തള്ളിയ ആന്റണി കോടതി വിധി നടപ്പിലാക്കാൻ വലിയ തിടുക്കം കാട്ടി. നരനായാട്ടിന് 1 മാസം മുൻപ് തന്നെ റൂറൽ SP ശങ്കർ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ പോലീസ് ദ്രുതകർമ്മസേനയെ സജ്ജമാക്കിയിരുന്നുവെന്നും കെ.എ. ബാഹുലേയൻ. ശിവഗിരി മഠത്തിൽ വന്ന് ഖേദവും പ്രകടിപ്പിച്ച് ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി എന്നും പറഞ്ഞിട്ട് ഇത്തരം വർത്തമാനങ്ങൾ പറഞ്ഞു നടക്കരുത്. ചെയ്ത് തെറ്റാണ്, അംഗീകരിക്കണം. ഒരിക്കൽ അംഗീകരിച്ചത് ഇനി അംഗീകരിക്കണം. അല്ലാതെ ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി എന്തും പറയാൻ ബഹുമാന്യനായ എ.കെ. ആന്റണി തയ്യാറാവരുത്. ശിവഗിരിയിലെ പോലീസ് നടപടിയിൽ എ.കെ. ആന്റണി മാത്രമല്ല കുറ്റക്കാരനെന്ന് ശിവഗിരി മഠം മുൻ ചീഫ് കോർഡിനേറ്റർ സുവർണകുമാർ. കെ ഗോപിനാഥനും ഡോക്ടർ രാഹുലിനും കൂടെ ചേർന്ന് അദ്ദേഹത്തിനെ സ്വാധീനിച്ചിട്ട് നമ്മുടെ മുഖ്യമന്ത്രി എ.കെ. ആന്റണിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് അന്ന് ആ പോലീസ് ആക്ഷൻ ഉണ്ടാകുന്നത്. ശിവഗിരി വിഷയത്തിൽ എ.കെ. ആന്റണിക്കെതിരെ കഴിഞ്ഞ ദിവസം കെ ഗോപിനാഥും രംഗത്ത് വന്നിരുന്നു. ആർ അരുൺരാജിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.